ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പല ചോദ്യങ്ങളും ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. മത്തായി 16:26 കേൾക്കൂ. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ലെങ്കിൽ തൻ്റെ ആത്മാവിന് പകരമായി മനുഷ്യൻ എന്ത് നൽകും? നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നാണ് ആത്മാവ്. ഒരു മനുഷ്യന് പിന്തുടരാൻ 2 വഴികളുണ്ട്. ഒന്ന് ജഡിക വഴി, രണ്ടാമത്തേത് ആത്മീക വഴി. നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. ആത്മീയ ക്ഷേമമാണോ നമുക്ക് വേണ്ടത്, അതോ ഭൗതിക സമ്പത്തോ അധികാരങ്ങളോ പ്രശസ്തിയോ? ഈ വചനമനുസരിച്ച് ആത്മാവിന് അളക്കാനാവാത്ത ഒരു മൂല്യമുണ്ട്. അത് ഏതൊരു ഭൗതിക സമ്പത്തിനെയും ലൗകിക നേട്ടങ്ങളെയും മറികടക്കുന്നു. ജഡിക വഴിയിൽ ജീവിക്കുന്ന മനുഷ്യൻ നിത്യതയെ ഗൗനിക്കുന്നില്ല. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ അങ്ങ് നീന്തി തുടിച്ച് സർവ്വസുഖങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ആഘോഷിച്ച് നീങ്ങുന്നു. അവിടെ നന്മ തിന്മകളെ നോക്കുന്നില്ല. നന്മയായാലും കൊള്ളാം, തിന്മയായാലും കൊള്ളാം, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഈ ഭൂമിയിലുള്ള നാൾ ജീവിതം ആസ്വദിക്കുക, ആഘോഷിക്കുക. ഈ വഴിയിലൂടെ നാം നീങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതയാത്രയുടെ കപ്പലിൻ്റെ നിയന്ത്രണം ഉറപ്പായും സാത്താൻ്റെ കൈകളിലായിരിക്കും. സാത്താനെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് യേശു വിളിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ പ്രതാപവും കാണിച്ച് അതെല്ലാം തരാമെന്ന് ഒരിക്കൽ അവൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു അതിൽ വീണില്ല. വീഴുന്നവരാണ് ഒട്ടുമിക്ക മനുഷ്യരും. എല്ലാം തന്നിട്ട് ആ കപ്പൽ അവൻ മുക്കിക്കളയുകയാണ് പതിവ്. രണ്ടാമത്തെ വഴിയാണ് ആത്മീയ വഴി. അതാണ് ക്രിസ്തുവിൻ്റെ വഴി. ആ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ലോകം നമ്മുടെ ശാശ്വത ഭവനമല്ല എന്നറിയാം. ഒരു നിത്യതയുണ്ട്. അതിനാൽ അവർ ആത്മാവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നിത്യതയെ നിലനിൽക്കൂ. ആ കപ്പലിൻ്റെ നിയന്ത്രണം യേശുവിൻ്റെ കരങ്ങളിലാണ്. അത് ലോകമാകുന്ന സമുദ്രത്തിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ പണ്ട് പിതാമഹന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ കപ്പൽ വെള്ളത്തിലൂടെയാണ് പോകുന്നതെങ്കിലും വെള്ളം കപ്പലിൽ കയറുന്നില്ല. അതായത് ലോകത്തിൻ്റെ ജഡമോഹങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല, അവയെ ആശ്രയിക്കുന്നില്ല. അതിനാൽ തന്നെ കപ്പൽ മുങ്ങിത്താഴുന്നില്ല. സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന് പകരം ഭൂമിയിൽ നിക്ഷേപം വാരിക്കൂട്ടിയാൽ, സമ്പത്തിനെ അതിരുവിട്ട് സ്നേഹിച്ചാൽ അതൊക്കെ തരാൻ സാത്താൻ പ്രാപ്തനാണ്. പക്ഷെ അങ്ങനെ അങ്ങ് വിടില്ല അവൻ. അതിൻ്റെ പാരമ്യത്തിലെത്തിച്ച് തട്ടി താഴെയിട്ടു. പിന്നെ പിടിച്ചു നിൽക്കാനാകാതെയാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കും. നശിപ്പിച്ച ആത്മാവിനെ എന്തെങ്കിലും നൽകി അവന് വീണ്ടെടുക്കാനാകുമോ? അതാണ് യേശുവിൻ്റെ ചോദ്യം. നമ്മുടെ ജീവിത പ്രവൃത്തി ജഡത്തിൽ നിർവഹിക്കപ്പെട്ടാൽ അത് കത്തിത്തീരും. അതായത് നാം നമുക്ക് വേണ്ടി ജീവിച്ചാൽ ജീവിതം നഷ്ടപ്പെടും. നമ്മുടെ ജീവിത പ്രവൃത്തി ആത്മാവിൽ നിർവഹിക്കപ്പെട്ടാൽ, സ്വയം ത്യജിച്ച് ക്രിസ്തുവിന് പിന്നാലെ പോയാൽ നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യപ്പെടുമ്പോൾ അവ കത്തിത്തീരുകയില്ല. മറിച്ച് അവ സ്വർണമായും വെള്ളിയായും വിലയേറിയ കല്ലുകളായും പുറത്തു വരും. ജഡത്തിൽ ജീവിക്കുന്നവർ അവരുടെ സമ്പാദ്യത്താൽ മരണത്തിൽ നിന്ന് സ്വയം മോചിതരാകാമെന്ന് കരുതുന്നു. എന്നാൽ മരണത്തോടടുക്കുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ അവരിൽ നിന്ന് എത്ര അകലെയാണെന്നും മരണത്തിന് മുൻപിൽ അവർ എത്ര ദുർബലരാണെന്നും എത്ര എളുപ്പത്തിൽ അത് തകർന്നു പോകുന്നുവെന്നും അവർ അറിയുന്നത്. ഏകാന്തതയിലും നിസ്സഹായതയിലുമാകുന്ന അവർക്ക് തിരിയാനൊരിടമില്ലെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. പണമോ പ്രശസ്തിയോ ഉപയോഗിച്ച് ജീവിതം വാങ്ങാൻ കഴിയില്ല. ഒരാൾ എത്ര സമ്പന്നനായാലും അവരുടെ സ്ഥാനം എത്ര ഉയർന്നതായാലും മരണത്തിന് മുൻപിൽ എല്ലാ ആളുകളും ഒരുപോലെ ദരിദ്രരും നിസ്സാരരുമാണെന്ന് വൈകിയ വേളയിൽ അവർ മനസ്സിലാക്കുന്നു. പണത്തിന് ജീവിതം വാങ്ങാൻ കഴിയില്ലെന്നും പ്രശസ്തിക്ക് മരണത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ഒടുവിൽ തിരിച്ചറിയുന്നു. ഈ വൈക്കോൽത്തുമ്പുകളിൽ മുറുകെ പിടിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്നവർക്കായി ഒന്ന് പറയട്ടെ: ഒരേ ഒരു ജീവിതം, അത് ആസ്വദിച്ച് ആഘോഷിച്ച് തീർക്കുക എന്നത് മാറ്റി യേശുവിൻ്റെ വഴിയിൽ ജീവിക്കുക എന്നാക്കിയാൽ നമുക്കായി കാത്തിരിക്കുന്നത് ശാശ്വതമായ നിത്യജീവനാണ്. ആത്മാവിന് ലഭിക്കുന്നത് നിത്യമായ സന്തോഷവും സമാധാനവുമാണ്.
യേശുവിൽ മാനവും മഹത്വവുമാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഉചിതമായത് തിരഞ്ഞെടുത്താൽ അതിനനുസരിച്ച് നമുക്ക് ഫലം കൊയ്യാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.